നമ്മൾ ഇനി പഠിക്കുന്ന മിക്ചറേഷൻ ആണ്. മിക്ചറേഷൻ എന്ന് പറഞ്ഞാൽ യൂറിൻ റിലീസ് ഫ്രം ദ യൂറിനറി ബ്ലാഡർ. അപ്പോൾ നമുക്കറിയാം നെഫ്രോണിൽ ഫോം ചെയ്യുന്ന യൂറിൻ റീനൽ പെൽവിസ് വഴി യൂറിറ്ററിലൂടെ യൂറിനറി ബ്ലാഡറിൽ എത്തുന്നു. ഇതാണ് യൂറിനറി ബ്ലാഡർ. എന്നിട്ട് അവിടെ ടെമ്പറലി സ്റ്റോർ ചെയ്യപ്പെടുകയാണ് ചെയ്യുന്നത് അല്ലെ, അണ്ടിൽ ഇറ്റ് ഗെറ്റ്സ് വോളണ്ടറി സിഗ്നൽ ഫ്രം ദ സെൻട്രൽ നെർവസ് സിസ്റ്റം. അപ്പോൾ സെൻട്രൽ നെർവസ് സിസ്റ്റത്തിൽ നിന്ന് സിഗ്നൽ കിട്ടിക്കഴിഞ്ഞാൽ, വോളണ്ടറി സിഗ്നൽ കിട്ടിക്കഴിഞ്ഞാൽ യൂറിൻ എക്സ്ക്രീറ്റ് ചെയ്യാം. അപ്പോൾ ഈ ഒരു പ്രോസസ്സ് തികച്ചും വോളണ്ടറി ആക്ഷൻ ആണ് നമുക്കറിയാം. ആൻഡ് യൂറിനറി ബ്ലാഡറിൽ ഈ യൂറിൻ ഇങ്ങനെ വന്ന് നിറയുമ്പോൾ ബ്ലാഡർ സ്ട്രെച്ച് ചെയ്യുകയും ബ്ലാഡറിലുള്ള സ്ട്രെച്ച് റിസപ്റ്റേഴ്സ് സെൻട്രൽ നെർവസ് സിസ്റ്റത്തിലോട്ട് സെൻസറി മെസ്സേജസ് സെൻഡ് ചെയ്യുകയും ചെയ്യുന്നു. ആൻഡ് സെൻട്രൽ നെർവസ് സിസ്റ്റം തിരിച്ച് മോട്ടോർ മെസ്സേജസ് യൂറിനറി ബ്ലാഡറിന് കൊടുക്കുന്നു. സെൻസറി മോട്ടോർ എന്നൊക്കെ എഴുതിയിട്ടുണ്ടല്ലേ, അപ്പൊ മോട്ടോർ മെസ്സേജസ് യൂറിനറി ബ്ലാഡറിൽ കൊടുക്കുന്നു. ശരിക്കും യൂറിനേഷൻ കൺട്രോൾ സെന്റർ എന്ന് പറയുന്ന സെൻട്രൽ നെർവസ് സിസ്റ്റത്തിലെ പോൺസ് റീജിയൻ ആണ്. പോൺസ് ഈ റീജിയൻ ആണ്. ഇതിനെ നമ്മൾ ഫോണ്ടൈൻ മിക്ചറേഷൻ കൺട്രോൾ സെന്റർ എന്ന് പറയും. അതായത് മിക്ചറേഷൻ കൺട്രോൾ ചെയ്യുന്ന സെൻട്രൽ നെർവസ് സിസ്റ്റത്തിൽ ഇരിക്കുന്ന സെന്റർ ആണ് ഈ ഫോണ്ടൈൻ മിക്ചറേഷൻ കൺട്രോൾ സെന്റർ. ഒന്നുമില്ല, അത് പോൺസ് റീജിയൻ ആണ്. ഓക്കെ, പോൺസ് എന്ന് പറഞ്ഞാൽ നമ്മൾ പറയും റിലേ സെന്റർ ഇൻ ബിറ്റ്വീൻ ദ സെറിബ്രൽ കോർട്ടെക്സ് ആൻഡ് യൂറിനറി ബ്ലാഡർ. ഈ സെറിബ്രൽ കോർട്ടെക്സിലാണ് സിഗ്നൽസ് ഒക്കെ വരുന്നത് ആൻഡ് മെസ്സേജസ് ഒക്കെ യൂറിനറി ബ്ലാഡറിന് പോകുന്നതെങ്കിലും ഈ കൺട്രോൾ സെന്റർ എന്ന് പറയുന്നത് പോൺസ് ആണ് കേട്ടോ. ഫോണ്ടൈൻ മിക്ചറേഷൻ കൺട്രോൾ സെന്റർ നമുക്കുണ്ട്. ഓക്കെ, അപ്പൊ യൂറിനേഷനെ കൺട്രോൾ ചെയ്യുന്ന ബ്രെയിനിലെ റീജിയൻ ഏതാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അത് പോൺസ് ആണ്. ഓക്കെ, അപ്പോൾ മോട്ടോർ മെസ്സേജസ് യൂറിനറി ബ്ലാഡറിൽ എത്തുന്നു. യൂറിനറി ബ്ലാഡറിൽ എത്തുമ്പോൾ അത് അവിടെയുള്ള സ്മൂത്ത് മസിൽസിനെ കൺട്രാക്ട് ചെയ്യുന്നു. സ്മൂത്ത് മസിൽസ് കോൺട്രാക്ഷൻ അല്ലെ, അവർ കൺട്രാക്ട് ചെയ്യും. ആൻഡ് അതുപോലെ തന്നെ ഈ യൂറിനറി ബ്ലാഡറിനോട് ചേർന്ന് ഇരിക്കുന്ന സ്ഫിങ്ക്റ്റർ മസിൽസ്, റിംഗ് മസിൽസ് അല്ലെ, സ്ഫിങ്ക്റ്റേഴ്സ്, ഇന്റേണൽ സ്ഫിങ്ക്റ്റർ, എക്സ്റ്റേണൽ സ്ഫിങ്ക്റ്റർ എന്നൊക്കെ ലേബിൾ ചെയ്തിട്ടുണ്ട്. ഈ സ്ഫിങ്ക്റ്റേഴ്സ് എന്ത് ചെയ്യും, അത് റിലാക്സ് ചെയ്യും. അങ്ങനെ ഈ കൺട്രാക്ഷൻ റിലാക്സേഷന്റെ ഭാഗമായിട്ട് യൂറിൻ എക്സ്ക്രീറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ആൻഡ് ഇവിടെ ഒരു നെർവ് ലേബൽ ചെയ്തിട്ടുണ്ട്. ഇതിനെ നമ്മൾ പ്യൂഡന്റൽ നെർവ് എന്നാണ് പറയുന്നത്. സൊമാറ്റിക് മോട്ടോർ ഫൈബർ ഓഫ് പ്യൂഡന്റൽ നെർവ് എന്ന് പറയും. ശരിക്കും ബ്ലാഡറും ബ്രെയിനും തമ്മിലുള്ള കണക്ഷൻ വരുന്നത് ഈ നെർവ് വഴിയാണ് കേട്ടോ, പ്യൂഡന്റൽ നെർവ്. ഓക്കെ, അപ്പൊ ഇതാണ് മെക്ചുറേഷൻ. നമുക്ക് ടെക്സ്റ്റ് ബുക്കിൽ പറഞ്ഞിട്ടുള്ള പോയിന്റ്സിലോട്ട് നോക്കാം. യൂറിൻ ഫോംഡ് ബൈ ദ നെഫ്രോൺസ് ഈസ് അൾട്ടിമേറ്റ്ലി ക്യാരി ടു ദ യൂറിനറി ബ്ലാഡർ വെയർ ഇറ്റ് ഈസ് സ്റ്റോർഡ് ടിൽ എ വോളണ്ടറി സിഗ്നൽ ഈസ് ഗിവൺ ബൈ ദ CNS. The signal is initiated by the stretching of the urinary bladder and it gets filled with urine. In response, the stretch receptors on the walls of the bladder send signals to the central nervous system. The central nervous system passes on motor messages to initiate the contraction of smooth muscles of the urinary bladder and simultaneous relaxation of the urethral sphincter causing the release of urine. The process of release of urine is called micturition and the neural mechanism causing it called the മിക്ചറേഷൻ റിഫ്ലക്സ്. ഇനി നമ്മൾ യൂറിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കണം. യൂറിന്റെ കോമ്പോസിഷൻ. An adult human excretes on an average 1 to 1.5 liters of urine per day. നമുക്കറിയാം അല്ലെ, 1 to 1.5 liters of urine നമ്മൾ എക്സ്ക്രീറ്റ് ചെയ്യുന്നുണ്ട്. The urine formed is a light yellow colored. യൂറിന്റെ കളറാണ് പറയുന്നത് ലൈറ്റ് യെല്ലോ കളർ അല്ലെ, ലൈറ്റ് യെല്ലോ കളർഡ് വാട്ടറി ഫ്ലൂയിഡ് വിച്ച് is slightly acidic. സ്ലൈറ്റ്ലി അസിഡിക് ആണ്. അതിന്റെ pH എത്ര വരും, 6. സ്ലൈറ്റ്ലി അസിഡിക് ആണ് നമ്മുടെ യൂറിൻ. ആൻഡ് ഇറ്റ് ഹാസ് എ ക്യാരക്ടറിസ്റ്റിക് ഓർഡർ അല്ലെ. ഓക്കെ, ഓൺ ആൻ ആവറേജ് 25 to 30 gram ഓഫ് യൂറിയ ഈസ് എക്സ്ക്രീറ്റഡ് ഔട്ട് പെർ ഡേ. പെർ ഡേയിൽ നമ്മൾ ഏകദേശം ഇത്രയും യൂറിയ എക്സ്ക്രീറ്റ് ചെയ്യുന്നുണ്ട് യൂറിനിൽ കൂടെ, 25 to 30 gram ഓഫ് യൂറിയ. ആൻഡ് വേരിയസ് കണ്ടീഷൻസ് ക്യാൻ അഫക്ട് ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് യൂറിൻ. യൂറിന്റെ ക്യാരക്ടറിസ്റ്റിക്സിനെ പല കാര്യങ്ങൾ അഫക്ട് ചെയ്യാം. Analysis of urine helps in clinical diagnosis of many metabolic disorders as well as malfunction of the kidney. അതായത് മിക്കവാറും ഡിസീസ് ഡയഗ്നോസിസിലൊക്കെ ഫസ്റ്റ് ഡയഗ്നോസ്റ്റിക് മെത്തേഡ് എന്ന് പറയുന്നത് ഈ യൂറിൻ അനാലിസിസ് ആയിരിക്കും അല്ലെ. അനാലിസിസ് ഓഫ് യൂറിൻ ഹെൽപ്സ് ഇൻ ക്ലിനിക്കൽ ഡയഗ്നോസിസ് ഓഫ് മെനി മെറ്റബോളിക് ഡിസോർഡേഴ്സ് ആസ് വെൽ ആസ് malfunction of the kidney. For example, presence of glucose or glycosuria and ketone bodies or ketonuria in urine are indicative of diabetes mellitus. ഈ ഡയബറ്റിസ് മെല്ലിറ്റസിന്റെ കേസിൽ, ഡയബറ്റിസ് മെല്ലിറ്റസ് എന്ന് പറഞ്ഞാൽ നമ്മൾ കോമൺലി പറയുന്ന ഡയബറ്റിസ് അല്ലെ. എന്താണ് ഡയബറ്റിസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ നോർമൽ ഡയബറ്റിസ് ആണ് അല്ലെ. ഹൈപ്പർ ഗ്ലൈസിമിക് കണ്ടീഷൻ, ബ്ലഡിലെ ഗ്ലൂക്കോസിന്റെ അളവ് കൂടുന്ന കണ്ടീഷനാണ് ഡയബറ്റിസ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഈ ഡയബറ്റിസിന്റെ കേസിൽ നമ്മൾ യൂറിൻ അനാലിസിസ് ചെയ്യുന്ന വഴി ഈ ഗ്ലൂക്കോസിന്റെ കണ്ടന്റ് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ കീറ്റോൺ ബോഡീസ് ഉണ്ടെങ്കിൽ, ഗ്ലൂക്കോസ് പ്രസൻസ് ഓഫ് ഗ്ലൂക്കോസ് ഇൻ ദ യൂറിൻ അത് ഗ്ലൈക്കോസ് യൂറിയ എന്ന് പറയും, അല്ലെങ്കിൽ കീറ്റോൺ ബോഡീസ് ഇൻ ദ യൂറിൻ അതിന് നമ്മൾ കീറ്റോൻ യൂറിയ എന്ന് പറയും. അപ്പോൾ ഇതൊക്കെ എന്താണ്, ഈ ഡയബറ്റിസ് മെല്ലിറ്റസിന്റെ ഇൻഡിക്കേറ്റേഴ്സ് ആണ് അല്ലെ. ഡയബറ്റിസ് മെല്ലിറ്റസ് ഉണ്ട് എന്ന് കാണിക്കുന്ന ഇൻഡിക്കേറ്റേഴ്സ് ആണ്.
ഗ്ലൈക്കോസ്യൂറിയ ആൻഡ് കീറ്റോന്യൂറിയ കണ്ടീഷൻ. ഗ്ലൈക്കോസ്യൂറിയ എന്ന് പറയുന്ന പ്രസൻസ് ഓഫ് ഗ്ലൂക്കോസ് ഇൻ ദ യൂറിൻ, കീറ്റോന്യൂറിയ എന്ന് പറയുന്ന പ്രസൻസ് ഓഫ് കീറ്റോൺ ബോഡീസ് ഇൻ ദ യൂറിൻ. ഇനി യൂറിന്റെ കോമ്പോസിഷനിലേക്ക് വരുമ്പോൾ ഒരു 95 to 96% വാട്ടർ ആയിരിക്കും. ബാക്കി ഒരു 4 or 5% ആയിരിക്കും ഈ നൈട്രോജനസ് വേസ്റ്റസ് ആൻഡ് മറ്റ് കോമ്പണൻസ് എന്ന് പറയുന്നത്. അപ്പൊ ഈ 4%-ൽ 2% യൂറിയ ആയിരിക്കും. ആൻഡ് ദ റിമൈനിങ് 2%-ൽ യൂറിക് ആസിഡ് ഉണ്ടായിരിക്കും, ക്രിയാറ്റിൻ ഉണ്ടായിരിക്കും, അമോണിയ, സോഡിയം, പൊട്ടാഷ്യം, ക്ലോറൈഡ്, ഫോസ്ഫേറ്റ്, സൾഫേറ്റ്, ഓക്സലേറ്റ് പറഞ്ഞ സാധനങ്ങളൊക്കെ ഉണ്ടായിരിക്കും. ഇതാണ് യൂറിന്റെ കോമ്പോസിഷൻ കേട്ടോ. ഇനി കിഡ്നി അല്ലാതെ മറ്റെന്തെങ്കിലും ഓർഗൻസ് ഉണ്ടോ നമ്മുടെ ബോഡിയിൽ ഫോർ എക്സ്ക്രീഷൻ? കിഡ്നി ഒബ്വിയസ്ലി എക്സ്ക്രീറ്ററി ഓർഗൻസ് ആണ്. ബട്ട് അതർ ദാൻ കിഡ്നീസ് മറ്റേതെങ്കിലും ഓർഗൻസ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഡെഫിനറ്റ്ലി ഉണ്ട്. ഒന്ന് ലങ്സ്, അടുത്ത് ലിവർ, ദെൻ സ്കിൻ. ഇതാണ് ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുള്ള 3 അതർ എക്സ്ക്രീറ്ററി ഓർഗൻസ്. അപ്പോ ലങ്സ് ഉണ്ട് അല്ലെ. ലങ്സിന്റെ ഫംഗ്ഷൻ എന്താണ്? കാർബൺ ഡൈ ഓക്സൈഡ് എന്ന മേജർ വേസ്റ്റിനെ പുറന്തള്ളുക. കാർബൺ ഡൈ ഓക്സൈഡിന്റെ കൂട്ടത്തിൽ വാട്ടർ അത് പുറന്തള്ളുന്നുണ്ട് അല്ലെ. സോ അവർ ലങ്സ് റിമൂവ് ലാർജ് അമൗണ്ട്സ് ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ്. അപ്രോക്സിമേറ്റ്ലി എന്തൊരാണ് പറയുന്നത്? 200 ml per minute അല്ലെ. ആൻഡ് ഓൾസോ സിഗ്നിഫിക്കന്റ് ക്വാണ്ടിറ്റീസ് ഓഫ് വാട്ടർ എവറി ഡേ. അപ്പോൾ കാർബൺ ഡൈ ഓക്സൈഡും വാട്ടറും ആണ് ലങ്സ് പുറത്ത് കളയുന്ന വേസ്റ്റസ്. അടുത്തയാള് ലിവർ ആണ് അല്ലെ. ലിവർ, ദ ലാർജസ്റ്റ് ഗ്ലാൻഡ് ഇൻ അവർ ബോഡി, സെക്രീറ്റ്സ് bile containing substances like bilirubin, biliverdin, cholesterol, degraded steroid hormones, vitamins and drugs. Most of these substances ultimately pass out along with digestive wastes. ഇവിടെ ഡൈജസ്റ്റീവ് വേസ്റ്റസ് എന്ന ടെക്സ്റ്റ് ബുക്കിൽ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ ലിവറിന്റെ കൂട്ടത്തിൽ ആരും കൂടെ എഴുതും? GI എഴുതും. GI മീൻസ് ഗ്യാസ്ട്രോ ഇൻഡസ്റ്റൈനൽ ട്രാക്ട് ഓർ ഡൈജസ്റ്റീവ് ട്രാക്ട്. നമ്മുടെ ഡൈജസ്റ്റീവ് സിസ്റ്റം അതും നമുക്ക് ഒരു എക്സ്ക്രീറ്ററി ഓർഗൻ ആയിട്ട് എഴുതാം. ബിക്കോസ് അവിടെ ഡൈജഷൻ കഴിഞ്ഞിട്ട്, ഫുഡിന്റെ ഡൈജഷൻ കഴിഞ്ഞിട്ട് വേസ്റ്റസ് ഫോം ചെയ്യുന്നില്ലേ? ആ വേസ്റ്റസ് നമ്മൾ എക്സ്ക്രീറ്റ് ചെയ്യുന്നുണ്ട്. സ്മോൾ ഇൻറ്റസ്റ്റൈൻ, ലാർജ് ഇൻറ്റസ്റ്റൈൻ, റെക്ടം, ഏനസിൽ കൂടെ നമ്മൾ വേസ്റ്റസ് പുറന്തള്ളുന്നില്ലേ? അപ്പോൾ ഗ്യാസ്ട്രോ ഇൻഡസ്റ്റൈനൽ ട്രാക്റ്റും ഒരു എക്സ്ക്രീറ്ററി ഓർഗൻ ആണ് നമുക്ക് പറയാം. അപ്പോൾ ലിവർ സെക്രീറ്റ് ചെയ്യുന്ന സബ്സ്റ്റൻസസ് ഈ ഡൈജസ്റ്റീവ് വേസ്റ്റസിന്റെ കൂട്ടത്തിൽ നമ്മൾ പുറന്തള്ളുന്നുണ്ട് അല്ലെ. യെസ്. ദെൻ അടുത്തയാള് സ്കിൻ ആണ്. സ്കിൻ 1 2 3 4 സ്കിന്നിൽ നമുക്ക് സ്വെറ്റ് ഗ്ലാൻസും സെബേഷ്യസ് ഗ്ലാൻസും ഉണ്ട്. സ്വെറ്റ് ഗ്ലാൻസ് സ്വെറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നു. സെബേഷ്യസ് ഗ്ലാൻസ് സെബം, ഓയിൽ സെക്രീഷൻ ഉണ്ടാകുന്നു അല്ലെ. സ്വെറ്റ് പ്രൊഡ്യൂസ്ഡ് ബൈ ദ സ്വെറ്റ് ഗ്ലാൻസ് ഇസ് എ വാട്ടറി ഫ്ലൂയിഡ് കണ്ടെയ്നിങ് സോഡിയം ക്ലോറൈഡ്, സ്മോൾ അമൗണ്ട്സ് ഓഫ് യൂറിയ ആൻഡ് ലാക്ടിക് ആസിഡ്. ഇതൊക്കെ നമ്മൾ സ്വെറ്റിൽ കൂടെ എക്സ്ക്രീറ്റ് ചെയ്യുന്നു. സോഡിയം ക്ലോറൈഡ്, സ്മോൾ അമൗണ്ട്സ് ഓഫ് യൂറിയ, ലാക്ടിക് ആസിഡ്. Okay, and though the primary function of sweat is to facilitate a cooling effect on the body surface, it also helps in the removal of some of the wastes mentioned above. അപ്പോൾ സ്വെറ്റിംഗ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ബോഡീനെ കൂൾ ചെയ്യാനുള്ള ഒരു മെക്കാനിസം ആണ്. എങ്കിൽ തന്നെയും ആ ഒരു സ്വെറ്റിംഗ് പ്രോസസ്സിലൂടെ നമ്മുടെ ബോഡിയിൽ നിന്ന് കുറച്ച് അളവിൽ വേസ്റ്റസും റിമൂവ് ചെയ്യുന്നുണ്ട് അല്ലെ. അടുത്തത് സെബേഷ്യസ് ഗ്ലാൻസ്. സെബേഷ്യസ് ഗ്ലാൻസ് സെബം സെക്രീറ്റ് ചെയ്യുമെന്ന് ഞാൻ പറഞ്ഞു. എലിമിനേറ്റ് സർട്ടൺ സബ്സ്റ്റൻസസ് ലൈക്ക് സ്റ്റീറോൾസ്, ഹൈഡ്രോകാർബൺസ് ആൻഡ് വാക്സസ് ത്രൂ സെബം. ഈ സെബത്തിൽ കൂടെ സ്റ്റീറോൾസും ഹൈഡ്രോകാർബൺസും വാക്സസും ഒക്കെ നമ്മൾ എലിമിനേറ്റ് ചെയ്യുന്നു. ദിസ് സെക്രീഷൻ പ്രൊവൈഡ്സ് എ പ്രൊട്ടക്റ്റീവ് ഓയിലി കവറിംഗ് ഫോർ ദ സ്കിൻ. ഡു യു നോ ദാറ്റ് സ്മോൾ അമൗണ്ട്സ് ഓഫ് നൈട്രോജനസ് വേസ്റ്റസ് കുഡ് ബി എലിമിനേറ്റഡ് ത്രൂ സലൈവ ടു. അപ്പോൾ 5ാമത് ഞാൻ സലൈവ എഴുതും. സലൈവയും ഒരു എക്സ്ക്രീറ്ററി റീജിയൻ ആണെന്ന് പറയുന്നത്. സലൈവയിൽ കൂടെ നമുക്ക് ചില വേസ്റ്റസ് എക്സ്ക്രീറ്റ് ചെയ്യാം, ലൈക്ക് യൂറിയ. ഓക്കെ, അപ്പോൾ ലങ്സ്, ലിവർ, ഡൈജസ്റ്റീവ് സിസ്റ്റം അല്ലെങ്കിൽ ഗ്യാസ്ട്രോ ഇൻഡസ്റ്റൈനൽ ട്രാക്ട്, സ്കിൻ, സലൈവ. ഇത്രയുമാണ് അതർ എക്സ്ക്രീറ്ററി ഓർഗൻസ് ഫോർ എക്സ്ക്രീഷൻ അതർ ദാൻ കിഡ്നീസ് അല്ലെ. ഓക്കെ, അടുത്ത ക്ലാസ്സിൽ നമുക്ക് ചെറിയ ടോപ്പിക് കൂടെ ഉണ്ടേനെ കേട്ടോ. എന്താണ് ഡിസോർഡേഴ്സ് ഓഫ് എക്സ്ക്രീറ്ററി സിസ്റ്റം. അത് അടുത്ത ക്ലാസ്സിൽ നമുക്ക് പഠിക്കാം. ബൈ ബൈ.